നമ്മുടെ നിലമ്പൂരിൽ ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. നല്ല കലാശക്കൊട്ടൊക്കെയായിരുന്നല്ലോ. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പുള്ളി മാതൃഭൂമിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ, അഭിലാഷ് ആങ്കറാണ്, റിപ്പോർട്ടറായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി ഒരു പ്രസ്താവന പറഞ്ഞു. അത് അത്യാവശ്യം വിവാദമായി. അത് പറയണ്ടായിരുന്നെന്ന് എനിക്കും തോന്നി. അവസാന നിമിഷം ഈ ഒരു ഇലക്ഷൻ്റെ ഒരു ലാസ്റ്റ് നിമിഷം ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് പാർട്ടിയിലെ നേതാക്കൾ പറയുമ്പോൾ ആ പാർട്ടിയിലെ അണികൾ ആക്സെപ്റ്റ് ചെയ്യും. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രവർത്തകർ ആക്സെപ്റ്റ് ചെയ്യും. അവർ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പറയാം. ഞാൻ പറഞ്ഞ കാര്യം മുഖ്യധാരാ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന കൊടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പറയാം. അപ്പോഴും അണികളും പ്രവർത്തകരും അവരും മാറ്റിപ്പറയും. സോഷ്യൽ മീഡിയ പ്രതിരോധിക്കും അവർ. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹം, അണികളും പ്രവർത്തകരും അല്ലാതെ പൊതുസമൂഹം അവരതിനെ എങ്ങനെ വിലയിരുത്തുമെന്ന് പറയാൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന എം സ്വരാജ് നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും അത്യാവശ്യം വോട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എത്രയൊക്കെ പിരിമുറുകിയ നിമിഷമാണെങ്കിലും പുള്ളിയുടെ മുഖത്തൊരു ചിരി കാണും. പിന്നെ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണല്ലോ, ജനങ്ങളല്ല തീരുമാനിക്കുന്ന ആരാണ് വിജയിച്ച് തങ്ങക്കടയിലോട്ട് വരേണ്ടത്, അല്ല ആരാണ് പരാജയപ്പെടേണ്ടത് എന്ന് അവർ വിധി എഴുതും. RSS രൂപീകരിക്കുന്ന ഘട്ടം 1925-ലാണല്ലോ. എല്ലാ ഘട്ടത്തിലും RSS കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1957 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSS പരസ്പരം ചേർന്നില്ലേ? അത്ര ഉണ്ടായി. RSS വർഗീയവാദിയാണല്ലോ, വർഗീയവാദികളാണല്ലോ. 1955 ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിവാദമായി പോകും. ഞങ്ങൾക്ക് ഒരു ഭയമില്ല, തെല്ല് ഭയമില്ല. അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അടുത്ത ഫാസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ പറയുന്ന മാറ്റം നോക്കണല്ലോ. ഫാസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നെ തുല്യവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ലേ? കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് അവര് പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്തുള്ള നിലപാട്, ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് സനീനെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് ഓരോ നിലപാട് തിരിച്ചു പോവാ. ആ നിലപാടോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് അവർ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടപെടൽ ജനത്തിലൂടെ ഭാഗമായിട്ട് ഒരിക്കലും ഒന്നില്ല. എനിക്ക് നിൽക്കുകയും ചെയ്യാം. അത് ഉറപ്പായിട്ട് ഞാൻ പറയാം. പിന്നെ അതിനൊക്കെ ഇങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് എടുക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിന്റെ വക്താവുമാവട്ടെ. ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാം രാഷ്ട്രങ്ങളോട് നടക്കും. ഇസ്ലാമിക സേവാ സംഘം രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് മാറിപ്പോ മാറ്റി CPM വന്നിട്ടുണ്ട്. ഉണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ ഇപ്പോ PDP ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് അവരും ഈ രാജ്യവും എല്ലാവർക്കും അറിയാം. നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്താവന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് വരുന്ന അടിയന്തര കാലത്ത് CPM RSSുമായി ചേർന്നിരുന്നു, സഹകരിച്ചിരുന്നു, നേരത്തെ ജനസംഘവുമായി ചേർന്നിരുന്നു, സഹകരിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ ചില നേതാക്കൾ അതിപ്പോൾ പറയാൻ മടിക്കുന്നതാണ്. എങ്കിലും ഇപ്പോൾ RSSുമായി തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ അതിന്റെ അലയൊലിയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുന്നത്. ഒപ്പം അഭിലാഷ് മകനും S രാഗിനും ചേർന്നിട്ട് അഭിലാഷിന്റെ മുഖത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഉത്തരം RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അഭിലാഷിന് മറുപടി നൽകുമ്പോൾ അങ്ങനെ ഒരു ഉത്തരം അഭിലാഷ് പ്രതീക്ഷിച്ചിരുന്നതാണോ? ഒന്ന് രതീഷ്, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ സന്ദർശനം ഓർമ്മയുണ്ടല്ലോ. അതിന് സമാനമായ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ആണ് MV ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാവുന്നത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിലാണ്. നിലമ്പൂരിൽ പോലെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പരാമർശം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, RSSുമായി നിങ്ങൾ മുൻകാലത്ത് എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയിരുന്നോ എന്നൊരു ചോദ്യം ഞാൻ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടില്ല. ആ ചർച്ചയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയായിരുന്നു. UDFനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് LDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. ആ വിഷയത്തെക്കുറിച്ചാണ് ഗോവിന്ദൻ മാസ്റ്ററുമായി ഒരു സംവാദം നടത്തിയത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ, അതായത് 1996 പോലെയുള്ള 2001, 2006 പോലെയുള്ള ചില സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ പലരും പിന്തുണച്ചിട്ടുണ്ട്. വർഗീയവാദികളായ RSSുമായി ഞങ്ങൾ ചേർന്നിട്ടില്ലേ എന്ന ചോദ്യം ജമാഅത്തെ ഇസ്ലാമി ഡിഫെൻഡ് ചെയ്യാനാണ്. ഞങ്ങളെ 2006 പോലെയുള്ള ചില സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പിന്തുണച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാനാണ്. ഞങ്ങളെ പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ പലരും പിന്തുണച്ചിട്ടുണ്ട്. വർഗീയവാദികളായ RSSുമായി ഞങ്ങൾ ചേർന്നിട്ടില്ലേ എന്ന ചോദ്യം ജമാഅത്തെ ഇസ്ലാമി മുമ്പ് പിന്തുണച്ചിട്ടില്ലേ എന്ന ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത്. ആ വാചകം അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ നാളെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടാവും ഇന്റർവ്യൂവിൽ. എത്ര വിവാദം വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വിവാദം
ആണ് എന്നുള്ളതുകൊണ്ട് സത്യം പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിവാദം ഉണ്ടാവാനാണ് എന്നുള്ളതാണ് കാര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്ന മറുപടി. നമ്മളിതിന്റെ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് പരിശോധിച്ചാൽ സത്യം പറഞ്ഞാൽ നേരത്തെ എം സ്വരാജ് പറഞ്ഞതാണ് അതിന്റെ വളരെ കറക്റ്റായി കൂടുതൽ കറക്റ്റായിട്ടുള്ള ചരിത്രപരമായ വസ്തുത. RSSുമായി നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ RSSകാർ കൂടി ചേർന്നിട്ടുള്ള RSSകാർ കൂടി അംഗങ്ങളായിട്ടുള്ള ജനതാ പാർട്ടിയെ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ അതാണ് രാഷ്ട്രീയ ചരിത്രമെങ്കിലും ഒരു വേദിയിലും സമീപകാലത്ത് അതങ്ങനെ ഉറക്കെ പറയാൻ CPM നേതാക്കളോ ഇട നേതാക്കളോ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അത് മാറിയ കാലമാണല്ലോ, മാറിയ രാഷ്ട്രീയമാണല്ലോ. BJPക്കെതിരായ വലിയ ഫൈറ്റ്, RSSനെതിരായ വലിയ ഫൈറ്റ് രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് ആവർത്തിക്കുകയാണ് CPM ഇടത് പാർട്ടികളും. അതിനിടയിൽ ഈ RSSുമായി സഹകരിച്ചു എന്ന് അദ്ദേഹം ഒട്ടും ആലോചനയില്ലാതെ അങ്ങനെ പറയുമോ? എന്തുകൊണ്ട് അദ്ദേഹം ഈ RSSനെ കൂടി കോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ ഈ തുടർച്ചയായി പിന്നീട് സംസാരിക്കുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ, അല്ലെങ്കിൽ തനിക്ക് നാക്കുവിടമാണ്, അല്ലെങ്കിൽ തിരുത്തേണ്ട ഒരു ഭാഗമാണ് അത് എന്നൊരു പ്രതികരണം പിന്നീട് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ സ്ലിപ്പല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. RSSനെ ഈ ഇന്റർവ്യൂവിൽ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശേഷിപ്പിക്കുന്നത് വർഗീയവാദികളാണ്. അവർ വർഗീയവാദികളാണ്, ഗാന്ധി വധത്തിന് പിന്നിലുള്ള ശക്തിയാണ് അവർ. ഒരു രാഷ്ട്രീയ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ അവരോട് പോലും സഹകരിച്ചു, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാഷ്ട്രീയത്തിൽ ഞാൻ ഉപയോഗിച്ച ആ ഇന്റർവ്യൂ ഉപയോഗിച്ച വാക്ക് നെസസിറ്റി എന്നുള്ളതാണ്. ചില അനിവാര്യമായ ഘട്ടങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ, താർക്കികമായി അത് സമർത്ഥിക്കാനാണ് ഈ RSS ബന്ധം എന്ന പോയിന്റ് ഉന്നയിച്ചത്. അവിടെ ഈ RSS എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഒരു വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രതീഷ്, നമുക്കറിയാം 1977 സഖ്യം ജനതാ പാർട്ടി എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയെയാണ് ഇടത് പാർട്ടിയായ CPM പിന്തുണച്ചിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിൽ ഇന്ദിരാ വിരുദ്ധതയുടെ പേരിൽ ജനസംഘത്തെ സഹകരിപ്പിക്കുന്നതിൽ CPM എതിർപ്പുണ്ടായിരുന്നു. CPM അത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ജയപ്രകാശ് നാരായണൻ ജനസംഘം ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനും ഫാസിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചത്. രാംലീല മൈതാനത്ത് വെച്ചാണ് എന്റെ ഓർമ്മ. ഈ ജനതാ പാർട്ടിയുടെ കൺസ്ട്രക്ഷൻ ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മൊറാർജി ദേശായി, അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ്, ബാബു ജഗ്ജീവൻ റാം, ജോർജ് ഫെർണാണ്ടസ്, അങ്ങനെ സോഷ്യലിസ്റ്റുകളായ നേതാക്കളും സംഘടനാ കോൺഗ്രസുകാരായ നേതാക്കളും അതുപോലെ തന്നെ ജനസംഘത്തിന്റെ പ്രതിനിധികളായ അടൽ ബിഹാരി വാജ്പേയി, എൽ കെ അദ്വാനിയുമാണ് മൊറാർജി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം. അപ്പോൾ ജനസംഘം മാത്രമല്ല, ജനസംഘം അടക്കമുള്ള പാർട്ടികൾ, അതായത് സംഘടനാ കോൺഗ്രസ്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, സോഷ്യലിസ്റ്റ് പാർട്ടി, വിവിധ ലോക്ദളുകൾ, ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടമായിരുന്നു ഈ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് 1977. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നമുക്കറിയാം ഉദുമയിലും അതുപോലെ തന്നെ പാലക്കാടും രാഷ്ട്രീയ സഹകരണം ഉണ്ടായിരുന്നു. ഇടതുകക്ഷികൾ അതിനെ പിന്തുണച്ചിരുന്നു. നമുക്കറിയാം ഈ ഒരു രാഷ്ട്രീയ, ഇത് സത്യമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതിനെ ഇപ്പോൾ പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഇപ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് RSSുമായി ഞങ്ങൾ ചേർന്നിട്ടില്ലേ എന്ന വാചകത്തോട് കൂടി പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ അപകടം എന്തുകൊണ്ട് ഇതിപ്പം ഇലക്ഷൻ്റെ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അത് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം. അഭിലാഷ് ചോദിച്ചതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യത്തിലോട്ട് കിടക്കുന്നില്ലായിരുന്നു. പുള്ളി അഭിലാഷ് ചോദിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി പുള്ളി ഇട്ടതൊരു ഇതാണ്. പക്ഷേ സാഹചര്യവും സമയവും കാലമൊക്കെ നോക്കി വേണ്ട ഓരോന്ന് പറയേണ്ടത്. ഇതിപ്പം പ്രതിപക്ഷ നേതാവും അവരെല്ലാം കൂടി ഇതിനെ എടുത്തിട്ട് സ്വാഭാവികമല്ലേ. സാധാരണ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പൊളിറ്റിക്സ് അല്ലേ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലേ. കോൺഗ്രസിൽ നിന്ന് BJPയിലോട്ട് മാറുന്നു, BJPയിൽ നിന്ന് കോൺഗ്രസിലോട്ട് മാറുന്നു, മാർക്സിസ്റ്റിൽ നിന്ന് കോൺഗ്രസിലോട്ട് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് മാർക്സിസ്റ്റിലോട്ട് പോകുന്നു. അങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിസ്ഥാന പ്രശ്നം തന്നെ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ്. സ്ഥാനം കിട്ടാതെ വരുമ്പം അവർക്ക് സ്ഥാനം കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉള്ള സ്ഥലത്തോട്ട് അവർ കാല് മാറ്റി ചവിട്ടാറുണ്ട്. ഇതൊക്കെ സ്ഥിരം സംഗതികളാണ്. ഇതൊക്കെ പറയേണ്ട സ്ഥലം, പറയേണ്ട സമയം, അതൊരു ചെറിയ പ്രശ്നം തന്നെയാണ്. എവിടെ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം, എന്തിനു പറയണം, ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നൊരു കാര്യമാണ്. ഇതിപ്പം ബാധിക്കുന്ന ആരെയാണ്? പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥിനെയാണ് ബാധിക്കുന്നത്. വേറെ ആരെ ബാധിക്കാനാണ്? ഈ ഒരു അവസാന നിമിഷം ഇത് അവോയ്ഡ് ചെയ്യായിരുന്നു. എന്താണോ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? വേറെ വല്ല പ്ലാനിങ് എന്നാണ്, നമുക്കറിയത്തില്ലല്ലോ. രാഷ്ട്രീയമായ കരുക്കൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ കരുക്കൾ അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക. ഇവിടെ ഇപ്പം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? കരുക്കളെടുത്ത് മുമ്പോട്ട് വെച്ചാണോ, അല്ലെ പുറകോട്ട് വെച്ചാണോ, അല്ലെ പുറകിലോട്ടൊന്ന് ചാഞ്ഞിട്ട് മുമ്പോട്ട് കുതിക്കാൻ വെച്ചതാണോ? എന്താണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പഴയ RSS ബന്ധം ഏറ്റുപറഞ്ഞ പുലിവാല പിടിച്ച CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസ്താവന ഗോവിന്ദൻ തിരുത്തിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം തുടരുകയാണ്. RSS ബന്ധം ഇപ്പോൾ പറഞ്ഞത് നിലമ്പൂരിലെ വോട്ട് തട്ടാനാണെന്ന് VD സതീശൻ ആരോപിച്ചു. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് UDFനെ നിരന്തരമായി CPM ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എം വി ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന. RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അത് തുറന്നു പറഞ്ഞാൽ വിവാദം ഉണ്ടാകില്ല എന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന. പ്രസ്താവന വിവാദമായതോടെ ഏറെ പണിപ്പെട്ടാണ് സ്ഥാനാർത്ഥി എം സ്വരാജ് അതിനെ ന്യായീകരിച്ചത്. ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യമാകാം ഗോവിന്ദൻ ഉദ്ദേശിച്ചതെന്ന് സ്വരാജ് പറഞ്ഞെങ്കിലും വിവാദം തുടർന്നു. അപകടമണത്ത ഗോവിന്ദൻ പിന്നീട് പ്രസ്താവന തിരുത്തി. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത്. വിവിധ പാർട്ടി സോഷ്യലിസ്റ്റുകാർ, ജനാധിപത്യവാദികൾ, അതുപോലെ തന്നെ ജഗജീവൻ രാമന്റെ CFD, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. വിവിധ വിഭാഗങ്ങൾ. അന്ന് RSS പ്രബലമായ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല.
ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. എന്നാൽ ഗോവിന്ദന്റെ വെളിപ്പെടുത്തലിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. പഴയ ബന്ധം പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിൽ RSS വോട്ട് പിടിക്കാനുള്ള നാണമില്ലാത്ത തന്ത്രമാണിതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്നുണ്ടായ ഗോവിന്ദന്റെ പ്രസ്താവന പാർട്ടിയിൽ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഗോവിന്ദന്റേത് നാക്കുപിഴാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് RSSും CPMും ഒരേപോലെ കോൺഗ്രസിനെ എതിർത്തെന്നല്ലാതെ സഹകരിച്ച് പ്രവർത്തിച്ചില്ല എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM നേതാക്കളും RSS നേതാക്കളും ഒരേ സമയം തടവിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ യോജിച്ച് ഒരു പ്രക്ഷോഭവും നടത്തിയിട്ടില്ല. ഇത് മനസ്സിലാക്കാതെ ഒന്നിച്ച് പ്രവർത്തിച്ചുവെന്ന് ഗോവിന്ദൻ പറയുന്നത് തെറ്റാണെന്ന് നേതാക്കൾ വിലയിരുത്തുണ്ടെങ്കിലും പരസ്യമായി പാർട്ടി സെക്രട്ടറിയെ തിരുത്താൻ ആരും തയ്യാറില്ല. ശിവൻകുട്ടിയെ പോലെ ചിലരെങ്കിലും ഗോവിന്ദനെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ ഹിന്ദുത്വ വോട്ടുകൾ നേടാനുള്ള ഒരു തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിച്ച് പ്രതിപക്ഷം കടന്നാക്രമണം തുടങ്ങിയതോടെ CPM വെട്ടിലായിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ ബന്ധം ഉന്നയിച്ച് കോൺഗ്രസിനെ ആവർത്തിച്ച് പ്രതികൂട്ടിലാക്കിക്കൊണ്ടിരുന്ന CPM ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടർമാരെ അകറ്റുന്ന പ്രസ്താവനയാണ് ഇതെന്നാണ് CPMിലെ വിലയിരുത്തൽ. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, നിലമ്പൂർ. മോളിക്കൂടെ പണി ഏണി വെച്ച് കയറി പിടിക്കുക ചെയ്ത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇനി പ്രസ്താവന മാറ്റി പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇനി എന്ത് ടെൻഷനായി കാണുന്നത്. ഇപ്പം അവസാന നിമിഷം കൊണ്ട് കല ഉടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം കോൺഗ്രസ്സൊക്കെ നോക്കി നിൽക്കില്ല എന്ന്. അവർ കുറച്ച് ദിവസമായിട്ട് അവർക്കൊന്ന് എവിടെ നിന്ന് പിടിക്കാൻ അവർ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പം പാർട്ടിയെ സംബന്ധിച്ച് അവർ കിട്ടില്ല, അവരും കയറി പിടിക്കില്ലേ. ഇതൊക്കെ എല്ലാ പാർട്ടിക്കാരും പണ്ട് പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസും BJPയും മാർക്സിസ്റ്റും വേറെ വല്ല പാർട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനനുസരിച്ച് കൈ കൊടുക്കുകയും കൈ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അണികൾക്കും പ്രവർത്തകർക്കും ഒന്നും ഇതെല്ലാം അറിയണമെന്നില്ല. ഇതൊക്കെ നേതാക്കന്മാർ തമ്മിലല്ലേ കൈ കൊടുപ്പും കൈ അയക്കലൊക്കെ. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്സ്, ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇതാണ്. പണ്ട് പോലെ നടന്നു പോകുന്നതാണ്. അന്നും ഇന്നും ഇതുപോലുള്ള കൈ കൊടുക്കലുകളും കാല് കൊടുക്കലുകളൊക്കെ ഉണ്ട്. ഇതിപ്പം നിലമ്പൂർ നടക്കുന്ന ഇലക്ഷനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. വോട്ടർമാരുടെ മനസ്സല്ലേ, നമുക്കറിയത്തില്ലല്ലോ അവരാർക്ക് കുത്തും, എങ്ങനെ കുത്തും, എന്തിന് കുത്തും എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.